ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട മമതാനിയുടെ വിജയം നൽകിയ ഷോക്കിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുക്തമായിട്ടില്ല. ശാന്തവും ഉന്മാദവും നിറഞ്ഞ ട്രംപിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ന്യൂയോർക്ക് മേയറായി മമതാനി തിരഞ്ഞെടുക്കപ്പെട്ടത്. മമതാനിയുടെ പ്രസംഗം, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ വലിയ ഒരു അങ്കലാപ്പിൽ ആയിരിക്കുകയാണ്. ഇന്ത്യൻ വംശജരുണ്ടാക്കിയ വിജയങ്ങളൊക്കെ ആഘോഷിച്ച ഗോദി മീഡിയകളും മാധ്യമങ്ങളും ഇന്ത്യയിലെ വലതുപക്ഷവും ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. ട്രംപിനേക്കാൾ വലിയ പ്രഹരമേറ്റത് ഇന്ത്യയിലെ സംഘപരിവാറിനും മോദി ഭക്തർക്കും അത്തരം മാധ്യമങ്ങൾക്കുമാണ്. മുസ്ലിം വിരോധത്തിൽ തഴച്ചു വളരുന്ന ഇന്ത്യയിലെ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിന് ന്യൂയോർക്കിൽ വെച്ച് തിരിച്ചടി നൽകാൻ മമതാനിക്ക് സാധിച്ചു. ഇന്ത്യയിൽ ഇത് സാധിക്കുമോ എന്നത് വലിയ ഒരു ചർച്ചാ വിഷയമാണ്. ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയെപ്പറ്റി ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ്, ഇരുണ്ട പ്രദേശമെന്ന് വിശേഷിപ്പിച്ച് പുസ്തകങ്ങൾ എഴുതിയ നോബൽ പ്രൈസ് ജേതാവായ VS നൈപോളിനെ ചുവപ്പ് പരവതാനി നൽകി സ്വീകരിച്ചവരാണ് ഇന്ത്യക്കാർ. പക്ഷേ മമതാനിയുടെ കാര്യത്തിൽ നമ്മുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നു. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നെഹ്റുവിനെ ഉദ്ധരിക്കുകയും അവസാനം പ്രസംഗം അവസാനിക്കുമ്പോൾ സൈൻ ഓഫായി കൊടുത്തത് ധും മച്ചാലെ എന്ന് പറയുന്ന ഹിന്ദി സോങ്ങിൻ്റെ വരികളായിരുന്നു തീമായി വന്നത്. അപ്പോൾ അത്രയും ഇന്ത്യയെയും ആശ്ലേഷിച്ച ഒരു ഇന്ത്യൻ വംശജൻ്റെ വിജയം ആഘോഷിക്കാൻ എന്താണ് നമുക്ക് തടസ്സം? എന്താണ് നമ്മുടെ പ്രയാസം? ആ പ്രയാസത്തിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ. ഇന്ത്യൻ രാഷ്ട്രീയം മലീമസമായിരിക്കുന്നു. മമതാനിയുടെ വിജയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പാഠമുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ അധിവസിക്കുന്ന സിറ്റിയാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് സിറ്റിയിലാണ് മമതാനി വിജയിക്കുന്നത്. എന്തായിരുന്നു പ്രൈമറി ഡിബേറ്റിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ പറഞ്ഞ ഓഫർ? ഈ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം അത് ഇസ്രായേലായിരിക്കും. ഇതായിരുന്നു അവരുടെ ഓഫർ. മമതാനി വ്യക്തമായി പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നത് ന്യൂയോർക്കിലെ മേയറാകാൻ വേണ്ടിയാണ്. എൻ്റെ അജണ്ടയിൽ ഇസ്രായേൽ സന്ദർശനമേ ഇല്ല. വലതുപക്ഷ മാധ്യമങ്ങൾ ചോദിച്ചു, ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ, ഇസ്രായേൽ സ്റ്റേറ്റ് ഫോർ ജൂയിഷ്, അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു വംശത്തിന് മാത്രം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഒരു രാജ്യം എന്ന സങ്കല്പത്തോട് ഞാൻ എതിരാണ്. അത് ഫാഷിസ്റ്റ് ഘടനയാണ്, അംഗീകരിക്കാൻ കഴിയില്ല. വർഗീയവും വംശീയവുമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇസ്ലാം വിരോധം, മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ നിന്നും തുടച്ചു നീക്കാതെ ഇന്ത്യയിൽ മതേതരത്വം സാധ്യമാവുകയില്ല. മതം, വർഗീയത, ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയം. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചുവരെഴുത്തുകൾ വായിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.